ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ശരണ്യ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെരി ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ വെഡിങ് ഓർ റിസപ്ഷൻ ഷോപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ ബ്രൈഡ്സിനും അവരുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എല്ലാ വീഡിയോസിലെ പോലെയും ഞാൻ ഒരു 4 പോയിന്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസപ്ഷൻ ഓർ വെഡിങ് ഔട്ട്ഫിറ്റ്, സെക്കൻഡ് വൺ ജ്വല്ലറി, തേർഡ് വൺ മേക്കപ്പ് ആൻഡ് ഫുഡ്വെയർ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫൈനൽ ഷോപ്പിംഗ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വെഡിങ് ഓർ റിസപ്ഷൻ ഔട്ട്ഫിറ്റ് ആണ്. നമ്മൾ നമ്മുടെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ സാരി സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കളറ്, ഡിസൈനർ, കംഫർട്ടബിൾ, ഇതൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആണോ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വെഡ്ഡിങ് തീമുമായിട്ട് ഈ കളറ് മാച്ച് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റിസപ്ഷൻ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സുമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് വേണം റിസപ്ഷൻ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അതായത് ആ ഒരു നൈറ്റ് ലുക്കിൽ നമ്മുടെ റിസപ്ഷൻ ഡ്രസ്സ് കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ജ്വല്ലറിയാണ്. അപ്പോൾ ജ്വല്ലറീസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ആകുന്ന രീതിയിൽ ഓവർ ആകാതെ ഓവറോൾ ഒരു നമ്മുടെ ലുക്ക് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. അതുമാത്രമല്ല നമ്മുടെ വെഡ്ഡിങ് ജ്വല്ലറിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഈ റിസപ്ഷൻ ജ്വല്ലറീസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് മേക്കപ്പ് ആൻഡ് ഫുഡ്വെയർ ആണ്. അപ്പോൾ മേക്കപ്പിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെഡ്ഡിങ് ഡേയുടെ 1 month ബിഫോർ ന്യൂ പ്രൊഡക്ട്സ് ഒന്ന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ കറൻ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കിൻ പ്രോഡക്ട്സ്, അതേപോലെ തന്നെ എസെൻഷ്യൽസ്, പെർഫ്യൂം ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പിന് വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഫുഡ്വെയറിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ്വെയർ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം വെഡ്ഡിങ് ഡേയുടെ അന്ന് നമുക്ക് കുറേ നിൽക്കേണ്ടി വരും. സോ നിങ്ങൾ ഹീൽസ് ഒക്കെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ആ ഡേയിൽ ഹീൽസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. കാരണം അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഫൈനൽ ഷോപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ആണ്. ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് എല്ലാം നമ്മൾ കവർ ചെയ്തോന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് നമ്മൾ ആ ചെക്ക് ലിസ്റ്റിൽ നോക്കിയിട്ടൊന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ഓർ റിസപ്ഷൻ ഷോപ്പിംഗ് ജേർണി എന്ന് പറയുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വെഡ്ഡിങ് പ്രിപ്പറേഷൻ എപ്പിസോഡ് 3. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.